ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊരു സ്റ്റോക്കിൻ്റെ സജഷൻ വീഡിയോ ആണ്. സ്റ്റോക്കിൻ്റെ പേര് ഇൻഡോ കൗണ്ട് ഇൻഡസ്ട്രീസ് എന്നാണ്. സ്റ്റോക്ക് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ വരുന്ന സ്റ്റോക്കാണ്. സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് റേഞ്ചിൽ വരുന്ന സ്റ്റോക്കാണ്. സോ റിസ്ക് കൂടുതലായിരിക്കും. എനിവേ നമുക്ക് വീട്ടിലേക്ക് പോകാം. സോ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഒരു വീക്കിലി ടൈം ഫ്രെയിമിൽ ഞാൻ ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നത്. സോ വീക്കിലി ടൈം ഫ്രെയിമിൽ ഈ ഒരു ഏരിയയിലൂടെ ജോയിൻ ചെയ്യുവാണെങ്കിൽ നമുക്കൊരു റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ ഇങ്ങനെ വരയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും. സോ ഏകദേശം ഒരു 2015 മുതൽ ഈ ഒരു ഏരിയക്കുള്ളിൽ ഈ ഒരു റെസിസ്റ്റൻസ് ലൈൻ്റെ താഴെയായിട്ട് സ്റ്റോക്ക് നിലനിന്ന് വരികയായിരുന്നു. സോ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്കൗട്ട് കൊടുത്തതിന് ശേഷം മുകളിലേക്ക് ഒരു മൂവ്മെൻറ്റ് നടന്നില്ല. മന്ത്ലി ടൈം ഫ്രെയിമിൽ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മന്തിൽ, അതായത് മാർച്ച് മന്തിൽ, അതായത് 2024 മാർച്ചിൽ ഈ ഒരു നല്ലൊരു ബ്രേക്കൗട്ട്, നല്ല സ്ട്രോങ് ഒരു ഗ്രീൻ ക്യാൻഡിൽ വെച്ചിട്ട് ഈ ഒരു ഏരിയയിൽ ബ്രേക്കൗട്ട് കൊടുത്തിരുന്നത് ഒരു മന്ത്ലി ക്യാൻഡിലാണ്. ബ്രേക്കൗട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു കൺസോളിഡേഷനിലും സ്റ്റോക്ക് പോയിരുന്നു. ഞാൻ വീക്കിൽ ടൈം ഫ്രെയിമിൽ കൺവേർട്ട് ചെയ്യണം. സോ വീണ്ടും വീക്കിൽ ടൈം ഫ്രെയിമിൽ നോക്കുകയാണെങ്കിൽ, സോ ഓക്കെ 1 മിനിറ്റ്, ഡെയിലി ഓക്കെ, ദിസ് വൺ ഷുഡ് ബി വീക്ക്ലി. ഓക്കെ, വീക്കിൽ ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കൊടുത്തതിന് ശേഷം ചെറിയ രീതിയിലൊരു കൺസോളിഡേഷനിൽ പോയിരുന്നു. കൺസോളിഡേഷൻ ഇപ്പം ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ ജോയിൻ ചെയ്ത് വരയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും. അവിടെ തന്നെ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് മുകളിലേക്ക് നമുക്കൊരു ട്രെൻഡ് ലൈൻ ഇവിടെ ജോയിൻ ചെയ്ത് വരയ്ക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു ഹയർ ഫോർമേഷന് ശേഷം ബ്രേക്കൗട്ട് കൊടുത്തിരുന്നു. ബ്രേക്കൗട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു കൺസോളിഡേഷനിൽ പോയിരുന്നു. സോ ഈ ഒരു കൺസോളിഡേഷനുള്ള ബ്രേക്കൗട്ട് കൊടുത്ത് മുകളിലേക്ക് പോകാൻ ട്രൈ ചെയ്യുന്നവരാണ് ഇപ്പോൾ സ്റ്റോക്ക് നിൽക്കുന്നത്. ഡെയിലി ടൈം ഫ്രെയിമിൽ കൺവേർട്ട് ചെയ്യാണ്. സോ ഈ ഒരു കൺസോളിഡേഷനിൽ ബ്രേക്കൗട്ട് കൊടുത്ത് മുകളിലേക്ക് പോകാൻ റെഡി നിൽക്കുന്നവരെ തോന്നുന്നത്. സോ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഈ ഒരു ഏരിയയ്ക്ക് മുകളിൽ ക്ലോസ് കൊടുക്കുകയാണെങ്കിൽ എൻട്രി എടുക്കാവുന്നതാണ്. ഈ ഒരു ഏരിയയ്ക്ക് മുകളിൽ സ്ട്രോങ് ആയിട്ടൊരു ഗ്രീൻ കാലിൽ ഒന്ന് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി ട്രൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ എൻട്രി എടുക്കുകയാണെങ്കിൽ ഈ നാളെ വീക്കെൻഡിനുള്ളിൽ ഈ ഒരു ഏരിയയ്ക്ക് മുകളിലായിട്ട് ക്ലോസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രി ട്രൈ ചെയ്യാം. ഈ ഏരിയയ്ക്ക് മുകളിൽ ക്ലോസ് കൊടുക്കണം, ഒരു 408 രൂപയ്ക്ക് മുകളിൽ ക്ലോസ് കൊടുക്കണം, എൻട്രി ട്രൈ ചെയ്യാം. എൻട്രി എടുക്കുകയാണെങ്കിൽ ഇവിടെ ഫോം ചെയ്യാൻ പോകുന്ന ഗ്രീൻ കാലിൽ താഴെയായിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാവുന്നതാണ്. വീക്കിലി ടൈം ഫ്രെയിമിൽ കൺവേർട്ട് ചെയ്യാം. വീക്കിലി ടൈം ഫ്രെയിം കൺവേർട്ട് ചെയ്യാം. ഈ ഒരു കമ്മിങ് വീക്കിൽ ഇതിന് മുകളിലായിട്ട് ക്ലോസ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻട്രി ട്രൈ ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു സ്ട്രോങ് ക്യാൻഡിൽ താഴെയായിട്ട് നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യാം. ടാർജറ്റ് മുകളിലേക്ക് ഒരു നല്ല രീതിയിൽ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഡിപ്പ് വേണമെങ്കിൽ നമുക്ക് മുകളിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇവിടെ നല്ല ഒരു ഡിപ്പ് നമുക്ക് വേണമെങ്കിൽ മുകളിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യത്തോളം മുകളിലേക്ക് മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ്. എക്സാക്റ്റ് വാല്യൂസ് ഞാൻ തരുന്നില്ല. എക്സാക്റ്റ് വാല്യൂസ് വരുവാണെങ്കിൽ അത് ഒരു കോൾ തരുന്നതിന് തുല്യമായി പോകും. സോ അതുകൊണ്ട് എനിക്ക് കോൾസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ കാരണം ഞാൻ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല. സോ എനിവേ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ട്രൈ ചെയ്യാവുന്നതാണ്. അത് നിങ്ങൾ മന്ത്ലി ടൈം ഇവിടെ ലോങ് ടൈം ഹോൾഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിലും ഈ ഒരു സ്റ്റോക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ മന്ത്ലി ടൈം ഫ്രെയിമിൽ കൺവേർട്ട് ചെയ്യണം. മന്ത്ലി ടൈം ഫ്രെയിം കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിലായിട്ട് ഇവിടെ സ്ട്രോങ് ഗ്രീൻ ക്യാൻഡിലായിട്ട് ഓൾറെഡി ഫോം ആയിട്ടുണ്ട്. സോ ഈ ഒരു വീക്കെൻഡിൽ അല്ലെങ്കിൽ ഈ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇതിൻ്റെ മുകളിൽ ക്ലോസ് കൊടുക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് മന്ത്ലി ബ്രേക്കൗട്ട് വരുന്നതാണ്. സോ അങ്ങനെ മന്ത്ലി ബ്രേക്കൗട്ടിൽ എൻട്രി എടുക്കാൻ താല്പര്യപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിന്ന് എൻട്രി കിട്ടുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഞാൻ പറഞ്ഞ കൊണ്ട് തന്നെ ഈ ഒരു ട്രെൻഡ് താഴെയായിട്ട് കൺസിഡർ ചെയ്യാം. ഈ വലിയ ട്രെൻഡ് ഉണ്ടല്ലോ, ഈ ഒരു ഹയർ ഫോർമേഷൻ ആയി പറഞ്ഞ ഈ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ, ഇതിൻ്റെ താഴെ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതൊരു നല്ല സ്റ്റോപ്പ് ലോസ് ഏരിയയാണ്. സോ സ്റ്റോപ്പ് ലോസ് കുറച്ച് വലുതാണ്. ഏകദേശം ഒരു 25% സ്റ്റോപ്പ് ലോസ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടി വരും. ഒരു പൊസിഷണൽ ബേസിൽ, അതായത് ഒരു 7-8 മാസത്തേക്ക് കൺസിഡർ ചെയ്യാൻ ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിലും അങ്ങനെയെങ്കിൽ ഈ സ്റ്റോക്ക് കൺസിഡർ ചെയ്യാം. മുകളിലേക്ക് മൂവ്മെൻറ്റ് വരാൻ നല്ല ചാൻസ് ഉണ്ട്. നമുക്കൊരു 1:2 വരെ റിസ്ക് ഇവിടെ കൺസിഡർ ചെയ്യാവുന്ന ഏകദേശം ഒരു 50% അടുത്ത് വരെ നമുക്ക് റിട്ടേൺസ് കൺസിഡർ ചെയ്യാവുന്നതാണ് വരുന്ന മാസങ്ങളിൽ. സോ നിങ്ങളുടെ രീതിയിൽ അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം എൻട്രി എടുക്കുക. So that's it for today. Thank you so much for watching and have a good day.